മംഗളൂരു കോട്ടേക്കാർ വ്യവസായ സേവാ സഹകരണ ബാങ്ക് കവർച്ചാ കേസ് പ്രതി തെളിവെടുപ്പിനിടെ രക്ഷപ്പെടാൻ ശ്രമിച്ചു. സിജു കണ്ണൻ കാസർഗോഡ് നിന്ന് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സിജു, ഈ രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ വലിയ കലാപമൊക്കെ ഉണ്ടാക്കിയെന്നാണല്ലോ മനസ്സിലാകുന്നത്. എന്താണ് സംഭവം? ദിൽഷ, മംഗളൂരു കൊട്ടേക്കാർ വ്യവസായ സേവാ സഹകരണ ബാങ്ക് കവർച്ചാ കേസ് പ്രതി കണ്ണൻ മണിയാണ് രക്ഷപ്പെടാൻ ശ്രമിച്ചത്. കണ്ണൻ മണിയെ ഇന്ന് വൈകുന്നേരത്തോടു കൂടി കേരള അതിർത്തിയിലെ അലങ്കാരഗുഡയിൽ തെളിവെടുപ്പിനായി എത്തിച്ചിരുന്നു. ഇതിനിടെയാണ് രക്ഷപ്പെടാൻ ശ്രമം നടത്തിയത്. റോഡരികിൽ നിന്ന് കിട്ടിയ പൊട്ടിയ ബിയർ കുപ്പി കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു. സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ അഞ്ജനപ്പ, പോലീസ് നിതിൻ എന്നിവരെയാണ് ആദ്യം പ്രതി ആക്രമിച്ചത്. CCB പോലീസ് ഇൻസ്പെക്ടർ ആകാശത്തേക്ക് വെടിയുതിർത്തിട്ടും പ്രതി ആക്രമണം തുടർന്നു. ഉള്ളാർ പോലീസ് ഇൻസ്പെക്ടറെ തള്ളിയിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് കണ്ണൻ മണിയുടെ കാലിന് പോലീസ് വെടിവെച്ചത്. പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥരെയും പ്രതിയെയും നിലവിൽ ദർണക്കട്ടയിൽ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സംഭവത്തിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചതിന്റെ പേരിൽ കണ്ണൻ മണിക്കെതിരെ ഉള്ളാൽ പോലീസ് നിലവിൽ കേസെടുത്തിട്ടുണ്ട്. ഈ മാസം 17-നായിരുന്നു കൊട്ടേക്കാർ വ്യവസായ സേവാ സഹകരണ ബാങ്കിൽ നിന്ന് 6 സംഘം ആയുധങ്ങളുമായി എത്തി 4 കോടി രൂപ മൂല്യമുള്ള പണവും സ്വർണവും കവർച്ച നടത്തിയത്. 3 പ്രതികളെ തമിഴ്നാട്ടിൽ നിന്ന് തിങ്കളാഴ്ചയാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. മുരുകൻ ദേവർ, ജോഷുവ രാജേന്ദ്രൻ എന്നിവരാണ് അറസ്റ്റിലായ മറ്റ് 2 പേർ. ഇതിൽ മുരുകൻ ദേവർ കേരളത്തിലെ ഒരു കവർച്ചാ കേസിലെ പ്രതിയാണെന്നൊരു വിവരം കൂടി അന്വേഷണ സംഘത്തിന് നിലവിൽ ലഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പ്രതികളെ അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ശരി, സിജു കണ്ണനാണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.